ഒന്നുമല്ല, എന്റെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹെയർ പോയത്. ഇപ്പൊ നോക്കിയോ, ബ്ലോ ഡ്രൈ ചെയ്തോണ്ട് എനിക്കിതിപ്പം അറിയുന്നില്ല. ആഫ്റ്റർ ഡെലിവറി സിവിയർ ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ അതിനൊക്കെ റിക്കവർ ആവാൻ ഒരുപാട് പാടുപെട്ടു. അതിന് ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമേ. നിങ്ങളെ അല്ലെങ്കിൽ ലാസ്റ്റ് പറയാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സെൽഫ് കെയർ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് കെയർ എന്ന് പറയുമ്പം നോർമലി ഞാൻ ഹെയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഹെയർ കളറിങ്, ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് ചെയ്യാറുണ്ട്. സോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹെയറിന് എന്താ നിങ്ങൾ ചെയ്യണേ, ഹെയറിന് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. സോ അതിൻ്റെ ഒരു ഡേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു ഫ്രീ ആണ്, നോർമൽ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ ഫ്രീയാ. നമ്മുടെ പുതിയ സലൂണൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. സലൂൺ ഞാൻ ആക്ച്വലി ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല എന്താ ഉള്ളതെന്നൊക്കെ. സോ അതൊന്നും പിന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കെയർ കാണിച്ചു. ഹെയർ കെയറിന് ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കര ഹെയറിന് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫേസ് ചെയ്തിട്ടോ. സോ അന്നേരം ഞാൻ റിക്കവർ ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടു. സോ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് മുകളിലോട്ട് പോകാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്ഥിരം വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അല്ല. ഇതിന്റെ ഭംഗി കാരണമെങ്കിലും വെള്ളം കുടിക്കുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചാണ്. നല്ല വെയിലുണ്ട്, വെയിലത്ത് നോടാറാണ് പതിവ്. മോളിലാണ് നമ്മുടെ പുതിയ സലൂൺ. ആക്ച്വലി എന്റെ സൗണ്ട് ക്ലിയർ ആണോ കേട്ടോ? നല്ല തിരക്കുണ്ടോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നല്ല തിരക്കുണ്ട്. ജസ്റ്റ് ഞാൻ ഉള്ളിലോട്ട് പോവാണേ. അപ്പൊ ഇവിടെ എനിക്ക് ചെയ്യുന്ന വ്യക്തിനെ കാണിച്ചു തരാം. ഓടല്ലേ ശരണ, എനിക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സ്ഥിരം ചെയ്യുന്ന ആളാണ്. അപ്പൊ ആൾക്കാർക്കറിയാം എന്തൊക്കെ എനിക്ക് ചെയ്യാണ്ടായിരുന്നു. എല്ലാരും ഉണ്ട്. ഇന്ന് കുറച്ച് റഷുള്ള ഡേയാ, എന്നാലും എനിക്ക് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഞാൻ മന്ത്ലി ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റായി എടുക്കാറുണ്ട്. സോ അതെടുത്തില്ലെങ്കിൽ എനിക്ക് നല്ല ഫ്രീസിനെസ്. കാര്യം ഞാൻ കണ്ടിന്യൂസ് ഹെയർ കളർ ചെയ്യുന്ന ആളാണ്. നല്ല ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട്, ഇപ്പൊ മറച്ചു വെച്ചേക്കുമല്ല. സോ ഗ്രേ ഹെയറും കവറേജും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡാമേജസ് നന്നായിട്ടുണ്ട്. സോ ആന്റി ഫ്രിസ് ട്രീറ്റ്മെന്റാണ് ഞാൻ സ്ഥിരം ചെയ്യുക. അതെങ്ങനെയാ നോക്കിയാലോ. ഇപ്പൊ എന്റെ മുടിയുടെ കണ്ടീഷൻ കണ്ടോ? ഞാൻ ബാക്ക് ക്യാമറയിൽ കറക്റ്റായി കാണിച്ചു തരാവേ. എന്റെ മുടിയൊക്കെ ഏകദേശം തുമ്പൊക്കെ കണ്ടോ? ഇപ്പൊ ഈ കളർ ചെയ്യുന്നവരുടെയൊക്കെ സാഹചര്യം ഇതാണ് കേട്ടോ. കളർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അതായത് എൻഡൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ബ്രേക്കേജ് ഒക്കെ കാണും. സ്ഥിരം കളർ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ എൻഡ് സ്ഥിരം കളർ ചെയ്യും. അതായത് ഒരു 6 months 3 months കമ്പൽസറി, പിന്നെ ഗ്രേ ഹെയർ കവറേജ്. അതുകൊണ്ട് തന്നെ കളർ ചെയ്യാൻ നടക്കണം. അതുകൊണ്ട് ഫുൾ ഡാമേജ് ആയി ഈ വരേണ്ടതാണ് നോർമലി, നല്ല ഫ്രിസി ആവേണ്ടതാ. ബട്ട് ഒരു വിധം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഗിംബൽ വെച്ചിട്ടാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിംബലിന്റെ. സോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ഹെയറിന്റെ ട്രീറ്റ്മെന്റ് ആണ്, സ്കാൽപ്പിന്റെ അല്ല. സോ എനിക്ക് സ്കാൽപ്പിനെയും ഇഷ്യൂ ഹെയറിനാണ്. സോ ഹെയർ ബ്രേക്കേജ്, ഡാമേജ്, അതാണ് എന്റെ പ്രോബ്ലം. സോ അതിനുള്ള ട്രീറ്റ്മെന്റാണ് ഞാൻ എടുക്കുന്നത്. ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഏറ്റവും ബാക്കിൽ വെർജിൻ ഹെയർ. അത് ആക്ച്വലി വെർജിൻ ഹെയർ ഞാൻ അധികം ഇത് എടുക്കാറില്ല. ഏറ്റവും ബാക്ക് സൈഡിൽ പ്യൂർ വെർജിൻ ആണ്. ഈ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് കിട്ടിയത്. ഇതിനകത്തോട്ട് കയറിയപ്പോ വേറെ ഫീലായി. അതായത് നമ്മുടെ സലൂണിന്റെ ഒരു ക്വാളിറ്റി, നമുക്ക് ഈ വെളിയിലുള്ള സ്ട്രെസ് ഒക്കെ മാറ്റി നമുക്ക് അകത്തോട്ട് കയറണം. നമ്മളൊരു കാം പീസ് അങ്ങനെ ഒരു മെന്റാലിറ്റിയിലോട്ട് വരും. സോ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് കയറിയതാണ്. ഇപ്പൊ എനിക്കൊരു ഉറക്കം മൂടായി, സീരിയസ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയി ഷാംപൂ ചെയ്യാം. നമുക്ക് ജാപ്പനീസ് ഷാംപൂ ചെയ്തല്ല, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. നമുക്ക് ജാപ്പനീസ് ഹെഡ് സ്പാ ഉണ്ട്, കൊറിയൻ ഉണ്ട്. സോ അതൊന്ന് എക്സ്പീരിയൻസ് എന്നല്ല, ഇതൊരു ഹെയർ വാഷ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്.
ഈ ഈ ബെഡിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഫുൾ ബോഡി മസാജാണ്. ഇപ്പം നമുക്ക് കാല് കൈ ഫുൾ ബോഡിയിൽ മസാജ് കിട്ടും. നമുക്ക് ഹെയർ വാഷ് നോർമൽ ഹെയർ വാഷിനായിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഇപ്പൊ ഞാൻ തന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഹെയർ വാഷിന് വേണ്ടി യൂസ് ചെയ്യണം. ഫുൾ വൈറ്റ് മഴയായിരുന്നു. തലയിൽ എന്തോ 10 കിലോ വെയിറ്റ് വെച്ചേക്കും പോലെ ഉണ്ട്. ആൾക്കാരുണ്ടാവും. നമുക്കൊരു സൈഡിൽ ഇരിക്കാം. എന്റെ മേക്കപ്പൊക്കെ പോയി ഗൈസ്. കരിമ്പൂച്ചപ്പൊലി ഉണ്ടെന്നോ എന്നെ കാണാല്ലേ. ട്രെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് ഇതൊരു സ്പാ അല്ല കേട്ടോ. എല്ലാവരുടെയും വിചാരം നമുക്കൊരു സ്പാ ചെയ്ത് കഴിഞ്ഞാൽ മുടി മുഴുവൻ സ്മൂത്തായി കുറെ നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്. സ്പാ എന്ന് പറയുമ്പോൾ നമുക്കൊരു റുട്ടീനാക്കാം. മന്ത്ലി റുട്ടീൻ. ലൈക്ക് ഒരു ഡ്രൈ ഹെയർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു ഡാൻഡ്രഫ് ഉള്ള ആളാണ്, ഹെയർ ഫോൾ ഉള്ള ആളാണ്, അവർക്കൊക്കെ അതിനെ ഒന്ന് നമ്മുടെ ഹെയറിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പാ. സോ സ്പാ അല്ല ഇത്. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ബേസാണ്. ആക്ച്വലി എൻ്റെ ഹെയർ ഡാമേജ് ആണ്. സോ ആ ഡാമേജിന് നമ്മൾ പതുക്കെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ഇത് ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇപ്പം നമുക്ക് സ്കാൽപ്പിൽ വേണമെങ്കിൽ മസാജും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ബ്ലോ ഡ്രൈ സെറ്റിംഗ് ആണ്. സോ ബ്ലോ ഡ്രൈ സെറ്റിംഗ് ആരെങ്കിലും ഉണ്ടായിരുന്നു ഡ്രൈ കുറച്ച് നൈറ്റ് ചെയ്യാം. വിശന്നിട്ട് വയ്യ. ഇതോ എനിക്കാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്യാൻ ഭയങ്കര മടിയാണ്. വന്ന ഉടനെ പോകണം. ഈ ഒരു ട്രീറ്റ്മെന്റിന് ബ്ലോ ഡ്രൈ സെറ്റിംഗ് അത്യാവശ്യം. കാര്യം നമ്മൾ ഈ ക്രീമിന്റെ ഒരു 30 to 20% ക്രീം നമ്മൾ ഹെയറിൽ ലോക്ക് ചെയ്യും. അത് ബ്ലോ ഡ്രൈ വഴി മാത്രമേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു നമുക്ക് എത്ര വാഷ് ഒരു 1 week 2 week ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന തോന്നുന്നു. ലാസ്റ്റ് ടൈം എനിക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പം നമുക്കൊരു 2 weeks ഒക്കെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഹെയറിൽ തന്നെ ഉണ്ടാകും. അതിന് നമുക്ക് ബ്ലോ ഡ്രൈ സെറ്റിംഗ് ആവശ്യമാണ്. പിന്നെ നമ്മൾ വാഷ് ചെയ്താൽ അത് പെട്ടെന്നൊന്നും പോകത്തില്ല. ഒരു 2 weeks ഒക്കെ നമുക്ക് ഇതിന്റെ റിസൾട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. നോർമലി സ്പാ ഒക്കെ ചെയ്താൽ 3rd day വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ പോവാറുണ്ട്. ഇതങ്ങനെ പോവില്ല. ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹെയറിന്റെ ചേഞ്ചസ് കാണാൻ പറ്റും. പതുക്കെ ഇത് ചേഞ്ച് ആയി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായോ ട്രീറ്റ്മെന്റ്? പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഞാൻ കുറച്ച് സർപ്രൈസ് ഒന്നുമല്ല, കുറച്ച് കാര്യം പറയാന്ന് പറഞ്ഞില്ലേ ഹെയറിനെ കുറിച്ച്. അപ്പൊ എന്റെ ഹെയറിന് വന്ന പ്രശ്നം എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇതൊരു ട്രീറ്റ്മെന്റ്, ഇതൊന്നാണ്. ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ ഹെയറിന്റെ. പിന്നെ ഞാൻ ഇൻടേക്ക് ചെയ്യാറുണ്ട് കുറച്ച് സാധനം, കുറച്ചുള്ള ഒരു മെഡിസിൻ പോലെ എനിക്ക് പറയാം, ഒരു ഗമ്മി, അതും കൂടി യൂസ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എനിക്ക് റിസൾട്ട് കാണാനല്ലേ ആ വന്നൊക്കെ ഉണ്ടാകുന്ന ഹെയറിന്റെ ടെക്സ്ചർ കണ്ടായിരുന്നു. എനിക്ക് ഫോക്കസ് പോയാൽ ആ ഡ്രൈനെസ് ഒക്കെ ഒരിക്കലും ഞാൻ സീറോ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. നാച്ചുറൽ ആയിട്ട് കിടക്കുകയാണ്. ഇതിപ്പോ എനിക്ക് 2 weeks ഇങ്ങനെ തന്നെ നിന്നുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചിടാമേ. ഡെലിവറി സമയത്ത് ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കര സിവിയർ ഹെയർ ലോസ് ആയിരുന്നു, അതും ഫ്രണ്ട് പോർഷനിൽ നിന്ന്. അപ്പം ആ സമയത്ത് ഞാൻ ഈ ട്രീറ്റ്മെന്റും ചെയ്തു. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത് ഹെയറിന് മാത്രമല്ല, വേറെ നമ്മുടെ സ്കാൽപ്പിനുള്ള റീഗ്രോത്ത് ട്രീറ്റ്മെന്റും ചെയ്തു. അതിന്റെ കൂടെ ഒരു മെഡിസിനും എടുത്തിട്ടുണ്ടായിരുന്നു. മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഗമ്മി. ഓക്കെ, ആ ഗമ്മി കാണിച്ചിടാവേ.
ഈ ബോഡി വൈബ്സിന്റെ ഫിഗർമി എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, ഞാൻ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. പലർക്കും പല രീതിക്കാണ് റിസൾട്ട് വരെ. ഇതേപോലത്തെ ഒരു ഗമ്മിയാണ്. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർക്ക്, അതായത് പോസ്റ്റ് പാർട്ടത്തില് ഹെയർ ലോസ് ആയവരും അല്ലാതെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഹെയർ ലോസ് ആയവർക്കും എനിക്ക് തോന്നുന്നു ഇത് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ചുമ്മാ പറയല്ല, എന്റെ റിസൾട്ട് ഒന്നും ഞാൻ കാണിച്ചിട്ട്, അതാണ് ഞാൻ നേരത്തെ കാണിച്ചതാണ്. നേരത്തെ എടുത്താണ് കാണിക്കാൻ, എന്നിട്ട് ഞാൻ മുന്നാഴ്ച ലാസ്റ്റ് കാണിക്കണം. വന്നേ ഫോക്കസ്. ഇതുണ്ടോ എന്റെ ഹെയർ ഗ്രോത്ത് ആണ്, ന്യൂ ഗ്രോത്ത് ആണ് ഇത്. ഇതൊന്നുമല്ല, എന്റെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹെയർ പോയത്. ഇപ്പൊ നോക്കിയോ, ബ്ലോ ഡ്രൈ ചെയ്തോണ്ട് എനിക്കിതിപ്പം അറിയുന്നില്ല. കണ്ടോ, ഇതൊക്കെ ഷോർട്ട് ഹെയർ ഇപ്പൊ വളർന്ന മുടിയാണേ. ഈ രണ്ട് സൈഡും നല്ല രീതിക്ക് പോയായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ ന്യൂ ഗ്രോത്ത്. ഈ സൈഡ് ഫുൾ ന്യൂ ഗ്രോത്ത് ആണ്. ഇത് എനിക്ക് നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്തനിങ് പ്ലസ് ഹെയർ കൺട്രോൾ, അതായത് ഹെയർ ഫോൾ കൺട്രോൾ, ആ ട്രീറ്റ്മെന്റും ഇൻടേക്ക് ചെയ്ത ഈ ബയോട്ടിക് ഗമ്മിയാണ് ഹെൽപ്പ് ചെയ്തത്. പക്ഷെ ഇത് രണ്ടും കൂടി ചേർന്നപ്പോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. ഹെയർ ഫോൾ എന്നൊക്കെ പറഞ്ഞാൽ സിവിയർ ആയിരുന്നു. ഇപ്പൊ എനിക്ക് അത്രയും വലിയ സിവിയർ ഹെയർ ഫോൾ ഇല്ല. ആക്ച്വലി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തൈറോയിഡിന്റെ മെഡിസിൻ കൂടെ എടുക്കുന്ന ആളാണ്. ബട്ട് അതും കൂടെ ഉള്ളത് കൊണ്ട് തൈറോയിഡിന്റെ വേരിയേഷൻ വരുമ്പോഴും ഹെയർ ഫോൾ വരാറ്. എനിക്ക് ഹെയർ ഫോൾ അത്രയൊന്നുമില്ല. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ഈ ഒരു പ്രോഡക്റ്റ്. കംഫർട്ടായ, മീൻസ് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ ട്രീറ്റ്മെന്റും എല്ലാവരും ഇങ്ങനെ ആന്റി ബ്രേക്കേജ്, ഇങ്ങനെ കളറിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഫുൾ പൊട്ടിപ്പോയവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.